2011 മുതൽ അനുവദിച്ച ജാതി സർട്ടിഫിക്കറ്റുകൾ പുനഃപരിശോധിക്കാൻ ബംഗാൾ സർക്കാർ സബ് ഡിവിഷണൽ ഓഫീസർമാർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. PR അരവിന്ദ് ഡൽഹിയിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരവിന്ദ്, വിചിത്രമായൊരു നടപടിയാണ് ഇപ്പോൾ ബംഗാൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. SIR-മായി ബന്ധപ്പെട്ട നടപടികൾ ഉള്ള സമയങ്ങളിൽ തുടങ്ങിയ സമയങ്ങളിലെല്ലാം മമതാ ബാനർജി ഉൾപ്പെടെ TMC ഉൾപ്പെടെ ആരോപിച്ച ചില കാര്യങ്ങൾ ശരിയാകുന്നു എന്ന സൂചന നൽകുന്നതാണോ ഇത്തരം നടപടികൾ? ദിൽന BJP സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം വിചിത്രമായൊരു നീക്കമാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നിരിക്കുന്നത്. കാരണം 2011-ലാണ് തൃണമൂൽ കോൺഗ്രസ് സർക്കാർ അവിടെ അധികാരത്തിൽ വരുന്നത്. 2011 മുതൽ അനുവദിച്ച ജാതി സർട്ടിഫിക്കറ്റുകൾ പുനഃപരിശോധിക്കാനാണ് ഇപ്പോൾ BJP സർക്കാർ ഒരു നിർദ്ദേശം നൽകിയത്. 2011 മുതൽ 2026 വരെ ഏകദേശം 1,69,00,000 ജാതി സർട്ടിഫിക്കറ്റുകളാണ് ബംഗാളിൽ നൽകിയത്. 2020-ൽ ഇതിനുവേണ്ടി ഒരു പ്രത്യേക പദ്ധതി അടക്കം തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ആരംഭിച്ചിരുന്നു. ആ വീടുകളിലെത്തുകയും ജാതി സർട്ടിഫിക്കറ്റിൽ കൃത്യമായി പരിശോധനകൾ നടത്തി നൽകുന്നതായിരുന്നു ആ പദ്ധതി. അതിനുശേഷം നിരവധി ജാതി സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്തു. പക്ഷേ ഇതിൽ വലിയ രീതിയിലൊരു ക്രമക്കേട് നടന്നുവെന്നതാണ് BJP സർക്കാർ ഇതിപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ നൽകിയ 2011 മുതൽ 2026 വരെ കഴിഞ്ഞ 15 വർഷത്തിനിടെ നൽകിയ ജാതി സർട്ടിഫിക്കറ്റുകൾ അത് കൃത്യമായി പുനഃപരിശോധിക്കാൻ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രമക്കേടുകൾ നടക്കുകയാണെങ്കിൽ ശക്തമായ നടപടി എടുക്കണമെന്നതാണ് ഇപ്പോൾ ബംഗാൾ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സബ് ഡിവിഷണൽ ഓഫീസർമാർക്കാണ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു പ്രോസസ്സിന് തന്നെയാണ് ഇപ്പോൾ ബംഗാൾ സർക്കാർ തയ്യാറാകുന്നത്. നമുക്കറിയാം SIR-ന് പിന്നാലെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ BJP-ക്കെതിരെ ബംഗാൾ സർക്കാർ ഉയർത്തുകയാണ്. കാരണം ഇതിലും SIR-മായി ബന്ധപ്പെട്ടും ചില പരാമർശങ്ങളുണ്ട്. കാരണം SIR-ൽ വോട്ട് നഷ്ടമായവരുടെ ജാതി സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കണമെന്ന് കൂടി ബംഗാൾ സർക്കാർ നിർദ്ദേശിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ ആശ്രിതർക്കടക്കം ജാതി സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. എന്തായാലും ഇത് വിദേശ നയമാണ്. കാരണം നുഴഞ്ഞുകയറ്റക്കാരെ അടക്കം പുറത്താക്കാനുള്ള BJP നീക്കമെന്നടക്കമുള്ള വിവാദങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ്. കാരണം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നുഴഞ്ഞുകയറ്റക്കാരെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു എന്ന ആരോപണം ബംഗാൾ സർക്കാർ ഉയർത്തിയിരുന്നു. എന്തായാലും 2011 മുതൽ കഴിഞ്ഞ 15 വർഷത്തിനിടെ അനുവദിച്ച ജാതി സർട്ടിഫിക്കറ്റുകളായിരിക്കും വീണ്ടും ബംഗാൾ സർക്കാർ പുനഃപരിശോധിക്കുക. അതിലെന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ കടുത്ത നടപടികളിലേക്ക് അടക്കം കടക്കുമെന്ന് കൂടി ഇപ്പോൾ ബംഗാൾ സർക്കാർ വ്യക്തമാക്കുകയാണ്. ദിൽന പ്രവിധ. ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ വിവരങ്ങൾ നൽകിയത്. 2011 മുതൽ അനുവദിച്ച ജാതി സർട്ടിഫിക്കറ്റുകളാണ് അതിപ്പോൾ ബംഗാൾ സർക്കാർ ബംഗാളിലെ പുതിയ BJP സർക്കാർ പുനഃപരിശോധിക്കുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വലിയ വിവാദമായേക്കാവുന്ന ഒരു നടപടിക്ക് കൂടിയാണ് ഇപ്പോൾ സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.